ഹായ്, ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുവാണ് മോളെയായിട്ട്. ഒരു 1 ഡേ ട്രിപ്പാണോ 2 ഡേ ട്രിപ്പാണോ എന്ന് നമുക്ക് വരും വീഡിയോയിൽ അറിയാം. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് രണ്ടുപേരും. ആള് നല്ല കൊമ്പൊക്കെ കെട്ടി ശുണ്ടരിയായിട്ട് രാവിലെ റെഡി ആയിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് തന്നെ കൈയൊക്കെ ചപ്പി അങ്ങനെ ഇരിക്കുക. അപ്പോൾ വഴിയെ ബാക്കി കാണാം. ഓക്കെ, സി യു, ബൈ. റെഡിയാക്കിയതിന് ശേഷം ഞാനൊന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് വരാം അമ്മ എന്നും പറഞ്ഞ് കേത്തു ദാ ജനലിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പം പോകുന്നത് വാഗമണിലേക്കാണ്. നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ആദ്യം 2 ഡേ പോകാമെന്ന് പറഞ്ഞ് ഡ്രസ്സെല്ലാം എടുത്തു. പക്ഷേ നമ്മൾ യാത്ര തുടങ്ങി ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി മോള് നല്ല അലമ്പായിരുന്നു. അപ്പോൾ എന്തായാലും വാഗമണിൽ പോയിട്ട് നിന്നിട്ട് പിന്നെ വരാനുള്ളത് അവൾ സമ്മതിക്കുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ 1 ഡേ പോലെ രാവിലെ പോയിട്ട് വൈകിട്ട് വരാമെന്ന്. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടാട്ടോ പോകുന്നത്. പക്ഷേ നമുക്ക് മോളുടെ സാഹചര്യം കൊണ്ട് 1 ഡേ ആയിട്ട് മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വാഗമണിലേക്ക് പോകുന്ന വഴിക്ക് ആൾ കുറച്ച് നേരം കരഞ്ഞ് ബഹളം വെച്ച് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയതാണ്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഇതാണൊരു പാട്. മോൾ ഉറങ്ങുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എടുത്തോണ്ട് അകത്തോട്ട് പോയി എണീക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അവളുടെ ഉറക്കം ശല്യം ചെയ്യേണ്ടെന്ന് ഓർത്ത് ഞാൻ ഫുഡ് ഇതാ ഇങ്ങോട്ട് വാങ്ങിച്ചു. ഹസ്ബൻഡ് അകത്ത് പോയി കഴിക്കുന്നുണ്ട്. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ആൾ ചെറുതായിട്ട് വഴക്ക് തുടങ്ങി. അപ്പോൾ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ടാണ് ഞാനും മോളും കൂടെ ബാക്കിലോട്ട് വന്നത്. അവിടെ കുറച്ച് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൊടുത്ത് കുറച്ച് നേരം ഇരുത്താൻ നോക്കിയതാണ് ആളെ. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് കുറച്ച് വഴക്കുണ്ടാക്കി പിന്നെയും കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് നമ്മളങ്ങ് പോകുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് എന്നാൽ അൽഫോൺസാമ്മയടുത്ത് കയറിയിട്ട് പോകാമെന്ന് വെച്ച് ഭരണങ്ങാനത്തേക്ക് വന്നു. എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ഭരണങ്ങാനം പള്ളി, അൽഫോൺസാമ്മയുടെ സ്വന്തം പാലായിലെ ഭരണങ്ങാനം പള്ളിയിൽ വന്നു. നമ്മളിങ്ങനെ കയറി വന്നപ്പോഴാണ് ഒരു കാർ ഇങ്ങോട്ട് വരുന്നത് കണ്ടത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും നമ്മുടെ കാർ ഇവിടം വരെ വരുമായിരുന്നു. നമ്മൾ ഇറക്കിയിട്ട് പാർക്ക് ചെയ്താൽ മതിയായിരുന്നു. അത് നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് കുഞ്ഞുമായിട്ട് ഇവിടം വരെ കയറി വരേണ്ടി വന്നു. അപ്പം അത് ഈ കാറ് കണ്ടപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ അത് തന്നെ പറയുമായിരുന്നു, അയ്യോ ഇവിടം വരെ കാറ് വരുമെന്ന് അറിയില്ലായിരുന്നല്ലോ എന്ന്. പള്ളി വന്നപ്പോൾ കുർബാന നടക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് താഴത്തോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞങ്ങ് ഇച്ചിരി ചിണുങ്ങാൻ തുടങ്ങി. നോക്കുമ്പോൾ കുർബാന നടക്കുന്നതുകൊണ്ട് നമ്മൾ പുറകിൽ ആർക്കും ശല്യമില്ലാതെ പതിയെ പള്ളിയുടെ ഏറ്റവും ബാക്കിൽ കൊണ്ടുവന്നിരുത്തി. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഉറക്കത്തിൻ്റെ ഒരു ഇൻബാലൻസ് ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്ന്. അത് വലിയ സമയമൊന്നും എടുത്തില്ല. അപ്പോൾ തന്നെ ആൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകാൻ തുടങ്ങി. മോള് പൊതുവെ ഒരു ആക്റ്റീവ് കുട്ടിയാണ്. എപ്പോഴും ഇങ്ങനെ ഓടി നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പള്ളിയിൽ വന്നിങ്ങനെ ഇറക്കി വിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആൾക്ക്. ആളങ്ങ് അവിടെ എല്ലാം ഓടി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ആൾക്ക് ആവേശമായി. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്തൊരു ആവേശമാണ് പിന്നെ കാണിക്കാൻ തുടങ്ങിയത്. ഹസ്ബൻഡ് അവിടെ കസേരയിട്ട് ഇരിക്കുന്നുണ്ട്. അവളതൊന്നും മൈൻഡ് ചെയ്യാതെ ആളങ്ങ് ഓടി നടക്കുക പള്ളിയിലെല്ലാം. പിന്നെ ആൾക്കാർ വരുന്നതും പോകുന്നതൊക്കെ നോക്കുന്നുണ്ട്. അവരെയൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. പലരും അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ച് ചിരി കൊടുക്കുന്നുണ്ട്. ഇനി അവരെ നോക്കുന്നില്ലെങ്കിലും അവരെ അവിടം വരെ നോക്കിക്കൊണ്ടാക്കുവാണ്. അങ്ങനെ അവിടെ കിടന്ന് അങ്ങനെ ഒരു കളി അങ്ങോട്ട് തുടങ്ങി. നോക്കിക്കേ, ഒരു ചേച്ചി പോകുന്നത് കണ്ട് ആ ചേച്ചിയുടെ പുറകെ പോയിട്ട് ആ ചേച്ചി നോക്കാത്തത് കൊണ്ട് അങ്ങനെ നോക്കിയിരിക്കുന്നതായി കാണുന്നത്. ഇങ്ങനെ അവൾ നോക്കി ചിരിച്ചാൽ അവൾക്ക് തിരിച്ച് ചിരി കിട്ടണം. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അൽഫോൺസാമ്മയുടെ രൂപം അവിടെ ഇരിക്കുന്നത് ആൾ കണ്ടത്. അന്ന് ആ ഓടിപ്പോയി അതിലേക്ക് പെടഞ്ഞ് കയറാമെന്ന് വിചാരിച്ച് നേരെ വന്നത് അൽഫോൺസാമ്മയുടെ രൂപത്തിലേക്ക് പിടിച്ച് കയറുവാണ്. ഇപ്പുറത്ത് രൂപമുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ അവിടെ ആൾ പിടിച്ച് കയറുവാണ്. ഈ പ്രായം ഇങ്ങനെ പിടിച്ച് നടക്കാറായതുകൊണ്ട് എവിടെ ഒരു കമ്പ് കിട്ടിയാലും ആളങ്ങ് പിടിച്ച് അതുമേ കയറാൻ നോക്കുവാണ്. എന്നിട്ട് പിന്നെ കമ്പി കണ്ടപ്പോൾ ഇപ്പുറത്ത് ഞാൻ വരുന്നതുകൊണ്ട് എന്നോട് ഒളിച്ച് കളിക്കാനൊക്കെ നോക്കുന്നതാണ് ഈ കാണുന്നത്. അവിടെ ഭയങ്കര ആക്റ്റീവായിരുന്നു മോള് ത്രൂ ഔട്ട്. അത് കഴിഞ്ഞ് രൂപത്തിൻ്റെ അങ്ങോട്ട് ആളവിടെ ഇരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് മാറി. പിന്നെ നോക്കിയപ്പം രൂപത്തിൻ്റെ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അവരെ നോക്കിയാണ് ഈ നിൽക്കുന്നത്. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും ഇവിടെ ഇല്ലല്ലോ, എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു തൂണ് കണ്ടു. ഓട്ടിപ്പോയി അതിൻ്റെ മേലോട്ട് കയറി. അങ്ങനെ അൽഫോൺസാമ്മ അടുത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന ഇടയ്ക്ക് തന്നെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറിൽ നല്ല വ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു 1 ഡേ റിലാക്സേഷൻ, രണ്ടാമത്തത് കുറച്ച് ഫോട്ടോസ് നല്ലത് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. മോൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ആൾക്ക് എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഹസ്ബൻഡ് അടുത്ത് പോകണം, ഹസ്ബൻഡ് അടുത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരണം, അല്ലെങ്കിൽ പുറകോട്ട് പോകണം. അപ്പോൾ ഹസ്ബൻഡ് വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ടാണ് പൈൻ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ വിചാരിക്കുമായിരുന്നു നന്നായിട്ട് ഉറങ്ങുവാണെങ്കിൽ സമാധാനമായിട്ട് അങ്ങ് പോകാമല്ലോ എന്ന്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രായത്തിൻ്റേതായ ഇറിറ്റേഷൻസ് ഒക്കെ കാണിച്ചു തുടങ്ങും.
അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലോട്ട് എത്തി. പൈൻ ഫോറസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അത്ര ആളുണ്ടാവത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് മോളെ ആദ്യം ഫീഡ് ചെയ്തു. മോളുടെ ഫോമുല മിൽക്കും കുറുക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ അപ്പം ചുട്ട് ഉണ്ടാക്കുന്ന ഒരു കട കണ്ടപ്പോഴേക്കും അവിടെ നിന്ന് ഒരു അപ്പം മേടിച്ചിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് അവൾക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു. ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ പാലും കൊടുത്തു. ഫോമുല മിൽക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഫോമുല മിൽക്ക് ആഡ് ചെയ്ത് പാലൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഫോട്ടോഷൂട്ടിനേക്ക് ആളെ ഇറക്കിയത്. ഫോട്ടോഷൂട്ടിന് ഇറക്കും മുമ്പായിട്ട് തന്നെ ആളുടെ ഡ്രസ്സൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ റീൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ റീലാണ് ഈ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓടിക്കളിക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണ് വീഡിയോ എടുത്തു തന്നത്. അവൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ എടുത്തിട്ട്. വളരെ ഹാപ്പി ആയിട്ട് 2 ക്ലിപ്സ് ഞാൻ എടുത്തു ഇങ്ങനെ മോളായിട്ട് ഓടുന്നത്. ഇത് ഫോട്ടോഷൂട്ട്, മോളുടെ സിംഗിൾ ഫോട്ടോസിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ജസ്റ്റ് മാറ്റിച്ചതാണിത്. പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അത്ര അടിപൊളിയാണ് പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റിൻ്റെ അകത്ത് നിന്നാൽ ഈ ചൂടുകാലത്ത് ഏറ്റവും വലിയ സമാധാനം തണുപ്പാണ്. ഇനി ഞാൻ കുറച്ച് മോളുടെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടിട്ട് വായോ. അങ്ങനെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോരുവാണ്. പോരുന്ന സമയത്ത് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ മോൾ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ പതിയെ ആൾ കിടന്ന് ഉറങ്ങി. ഞങ്ങളങ്ങനെ ഒരു 5:30-6 മണിയോടുകൂടി ഏകദേശം നമ്മൾ തൃപ്പൂണിത്തുറയിലെത്തി. അങ്ങനെ ഒരു സന്ധ്യ ആകുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നമുക്ക് എത്താൻ പറ്റി. ശരിക്കും ഞങ്ങളൊരു 7 മണിക്കാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും വളരെ അടിപൊളിയായിട്ട് പോയിട്ട് നമുക്കൊരു 7 മണിക്ക് മുമ്പ് വരാൻ പറ്റി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.